അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. മോളാണ് ഞങ്ങൾക്ക് സാധനങ്ങൾ എടുത്തത്. അമ്മ വന്നപ്പോഴാണ് ഇവിടെ അങ്ങനെ വെച്ച സാധനം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിംഗ് ആണെന്ന് അറിയണ മിഞ്ഞാന്നാണ്. അത് ഞങ്ങൾ സ്റ്റേഷനിൽ വരണോ ഞങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു. മലപ്പുറം മച്ചിങ്ങലിലെ ഒരു സ്ക്രാപ്പ് കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വരാനൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ ശേഖരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും അതിനകത്ത് നമ്മുടെ അറിയാതെ പല സാധനങ്ങളൊക്കെ പെട്ടുപോകാറുണ്ട്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൻ്റെ കഥ അന്വേഷിച്ചു എന്നാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ മലപ്പുറത്തുള്ള 3 ചെറുപ്പക്കാർ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ക്രാപ്പ് ശേഖരിച്ച് ഈ കടയിൽ കൊണ്ടുകൊടുക്കുന്നവരാണ് അവർ. കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഏതാണ്ട് 10-12 ദിവസം മുൻപും കോഴിക്കോട് നടക്കാവിലെ ഒരു പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ സ്ക്രാപ്പ് ശേഖരിച്ച് കൊണ്ടുവന്നു. അതിനകത്ത് ഏതാണ്ട് 10 പവനോളം സ്വർണം ഉണ്ടായിരുന്നു. അവരിവിടെ കൊണ്ടുവന്ന് ആ സ്ക്രാപ്പ് പരിശോധിച്ചപ്പോഴാണ് ആ സ്വർണം അവർക്ക് കണ്ടെത്തുന്നത്. പക്ഷെ ഇത് ആരുതാണ് എന്ന് സംബന്ധിച്ച് അവർക്കൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അവർ ആ സ്വർണം സൂക്ഷിച്ചു വെച്ചു. പിന്നീട് നടക്കാവ് പോലീസിൽ നിന്ന് അവർക്ക് കോള് വരുന്നു. ആ സ്വർണം പിന്നീട് ഏതാണ്ട് 10-12 ദിവസങ്ങൾക്ക് ശേഷം ഉടമകൾക്ക് തിരിച്ചേൽപ്പിക്കുന്നു. 10-15 വരുന്ന സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു കഥ. ആ കാര്യങ്ങൾ എന്താണ് അന്ന് സംഭവിച്ചതെന്ന് നമ്മൾ ആ സംഭവത്തിൽ ഉണ്ടായിരുന്ന അന്ന് ആ സ്ക്രാപ്പ് ശേഖരിക്കാൻ പോയ മലപ്പുറം മച്ചിങ്ങലിലെ യുവാക്കൾ തന്നെ നമ്മൾ പറയുകയാണ്. എന്നായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇത് സംഭവം ഉണ്ടായത് കഴിഞ്ഞ 25-ാം തീയതിയാണ് ഞങ്ങളുടെ അടുത്ത് ഇത് സാധനം കിട്ടണേ. കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ സാധനം എടുക്കല്. കോഴിക്കോട് നിന്ന് ഏത് വീട്ടിൽ നിന്നൊന്നും അറിയില്ല. ഞങ്ങൾ കുറെ വീടുകളിൽ നിന്നും കമ്പനികളിൽ നിന്നൊക്കെ സാധനം എടുക്കണാണ്. ഇത് എവിടുന്ന് എത്തിപ്പെട്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് സ്വർണ്ണമാണോ ഒന്നും കൺഫേം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മലബാർ ഗോൾഡിന്റെ ഒരു എംബ്ലം കണ്ടപ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചായിരുന്നു. അപ്പോ പിന്നെ ആരെ വരികയാണെങ്കിൽ നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊടുക്കുമ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് തിരയുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് സാധാ സ്വർണ്ണമാണോ അതോ ഇനി റോഡ് ഗോൾഡ് ആണോ എന്താണെന്നൊന്നും അറിയില്ല. കുറച്ച് വൃത്തിയുള്ളത് കണ്ടപ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചാണ്. ആരും വരികയാണെങ്കിൽ കൊടുക്കണം. ഇത് സ്വർണ്ണമാണോ എന്താണെന്നൊന്നും ഞങ്ങൾ നോക്കാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ അതേപോലെ എടുത്ത് മാറ്റി വെച്ചാണ് വീട്ടില്. അപ്പൊ ഇന്നലെയാണ് ഇതിന്റെ പാർട്ടിനെ നമുക്ക് ഞങ്ങൾ വിളിക്കണേ. പിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഞങ്ങള് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണേ. അപ്പൊ ഞങ്ങള് സ്റ്റേഷനിൽ പോയി. ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. അത് നടക്കാവ് സ്റ്റേഷനോ. അപ്പൊ പോലീസുകാർ ഞങ്ങള് ഇൻഷൂർ ഇനി എന്തിനാ വിളിക്കണ അറിയില്ല. ഇത് നമ്മള് പ്രതീക്ഷിക്കണില്ല. അപ്പൊ നമ്മള് സാധനം എടുത്ത വീട്ടുകാരെ അവിടെ നിൽക്കണ കണ്ടു നമ്മള് ആ ഫാമിലി. അപ്പൊ നമുക്ക് ഏകദേശം ധാരണ കിട്ടി ഇത് സ്വർണ്ണം തന്നെ ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് ഇത് കൺഫേം ആണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങോട്ട് ഞങ്ങൾ ചോദിക്കാൻ നിന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞു സ്വർണ്ണത്തിൻ്റെതാണെങ്കിൽ ഞങ്ങൾ ടെൻഷൻ ആവണ്ട. അത് സ്വർണ്ണമാണെങ്കിൽ അവിടെ വീട്ടിൽ അതേപോലെ ഭദ്രമായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എടുത്ത് തരാം നിങ്ങൾ വരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലെ കൂട്ടിയിട്ട് നടക്കാവ് സ്റ്റേഷനിൽ എസ് ഐനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വന്നിട്ട് എടുത്തു കൊടുത്ത് കൈമാറി. ഒരു ഹാപ്പി ആയി. ഇന്നലെയാണ് കൊടുത്തത്. അവരെങ്ങനെയാണ് നിങ്ങളെ കയ്യിലായിരിക്കുന്ന ഒരു പ്രതീക്ഷ? പിന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ അവർക്ക് പിന്നെ അവരെ വീട് നമ്മൾ പിന്നെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മളാണല്ലോ ആ ഡൗട്ടിലാവും അവർ നമ്പർ കൊടുത്തിട്ടുണ്ടാവുക. അത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ വണ്ടിയിൽ മൊത്തം കൊട്ടിയിട്ടാണ് തെരഞ്ഞിട്ടാണ് ഇവിടെ കൊടുക്കുക. ഓരോ ഐറ്റംസ് വേർതിരിച്ചിട്ടാണ് കൊടുക്കുക. പ്ലാസ്റ്റിക് ഇതൊക്കെ വണ്ടിയിൽ ഇങ്ങനെ ബദറി കിടക്കണ മാതിരിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാർഡ്ബോർഡ് ബോക്സിന്റെ ഒക്കെ ഇടയിലായിട്ട്. അപ്പോൾ ഞങ്ങളത് കിട്ടുന്ന മാക്സിമം പെറുക്കി എടുത്തിച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചു. ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നുള്ളത് ആണോന്നുള്ളതിന്റെ. ഒരു ധാരണയില്ല. പിന്നെ ഇത് ഏതോ ഒരു വീട്ടിൽ നിന്നാണെന്ന് അറിയണേ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. ഇത് നമുക്ക് അങ്ങനല്ല. ഞങ്ങൾ കുറെ വീടുകളിൽ കയറി ചിലപ്പോൾ കുറഞ്ഞ സാധനം എടുക്കും, കുറെ സാധനം എടുക്കും. അങ്ങനെ ഏത് വീട്ടിൽ നിന്നാന്നും അറിയില്ല, എന്താന്നും അറിയില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. ഇന്നലെയാണ് ഇത് കൺഫേം ആയത്. സ്പോട്ടിൽ തന്നെ നമ്മൾ തിരിച്ചേൽപ്പിച്ചു. വീട്ടുകാരെപ്പോഴാണ് തിരിച്ചറിയുന്നത്? വീട്ടുകാര് 3 ദിവസമായിട്ടുള്ളൂ. മിഞ്ഞാന്ന് രാത്രിയാണ് ഒരു തെരയുമ്പോഴാണ് ഇത് അവിടെ ഇല്ലാന്ന് മിസ്സിങ്. അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. മോളാണ് ഞങ്ങൾക്ക് സാധനങ്ങൾ എടുത്തത്. അമ്മ വന്നപ്പോഴാണ് ഇവിടെ അങ്ങനെ വെച്ച സാധനം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിംഗ് ആണെന്ന് അറിയണ മിഞ്ഞാന്നാണ്. അത് അറിഞ്ഞതിന് ശേഷം ഒരു ദിവസം തെരഞ്ഞ് അന്ന് തന്നെ സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പൊ തന്നെ ഞങ്ങൾ വിളിച്ചു പിറ്റേന്ന്. അപ്പൊ ഞങ്ങൾ കോഴിക്കോട് സ്പോട്ടിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്ത അപ്പൊ തന്നെ ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. എന്താ പിന്നീട് കുടുംബം ബന്ധപ്പെടുകയൊക്കെ ചെയ്തു? അതെ അവരൊക്കെ വന്നിരുന്നു. ഫാമിലി അവിടെ വീട്ടിൽ വന്നിരുന്നു. അവര് കുഴപ്പമില്ല. ഒരു ഹാപ്പിയാണ്. ഒരു അവിടെ വരുവണ്ടിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വരുവണ്ടിന്നൊക്കെ പറഞ്ഞു. ഒരു ഭയങ്കര സന്തോഷമായി, ഹാപ്പി ആയി. ഒരു ചെറിയൊരു സമ്മാനമൊക്കെ തന്നിട്ടാണ് പോയത്. അതില് ഞങ്ങള് പിന്നെ ഗോൾഡ് വളണ്ട്, പിന്നെ മാല, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറെ ഉണ്ട്. 10-15 അറിയുമ്പോ കുറെ ഉണ്ടാവൂലേ. അമ്മയാണ് വെച്ചെന്ന് തോന്നുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. മോളെടുത്ത് തന്നെ അതൊക്കെ ഇന്നലെയാണ് ഞങ്ങൾ അറിയണത് കേട്ടോ. അമ്മ പുറത്തു പോയതായിരുന്നു. വേറെ വീട്ടില് അവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസത്തിന്. വരുമ്പോഴാണ് അമ്മയാണ് സ്ക്രാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നുണ്ട്. അങ്ങനെയെന്ന് പറഞ്ഞു അവര്.
അതാണിപ്പം വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇപ്പൊ പിന്നീട് പോലീസ് വിളിച്ചിരുന്നു അവിടുന്ന്. പോലീസ് വിളിച്ചിട്ടുണ്ട്, നടക്കാവ് സ്റ്റേഷനിൽ വരണം, നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു പറഞ്ഞു. ഏതായാലും വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ കാലത്ത് ഒരു 10 പവനിലേറെ വരുന്ന സ്വർണം എന്ന് പറയുന്നത് അത്രയേറെ മൂല്യമുള്ളതാണ്. ഒരു അമ്മ എടുത്തു വെച്ച സ്ഥലത്ത് നിന്ന് അമ്മ ഇല്ലാത്ത സമയത്ത് മകളാണ് ഇവർക്ക് സാധനങ്ങൾ എടുത്തു കൊടുത്തത്. പിന്നീട് അമ്മ എത്തുമ്പോഴാണ്, അമ്മ ഇത് അന്വേഷിക്കുമ്പോഴാണ് സ്വർണം മിസ്സായി ഇവർ അറിയുന്നത്. യാദർശികമായാണ് ഇങ്ങനെ വീട്ടിലെ സാധനങ്ങൾ എടുക്കാൻ ആളുകൾ വന്നിരുന്നു. അവർ ഒരു കാർഡും ഇവരെ ഏൽപ്പിച്ചിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ കാർഡിലെ നമ്പറിൽ പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് സുരക്ഷിതമായ സ്വർണം ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് അറിയുന്നത്. ഏതാണ്ട് 10-15ഓളം ദിവസം ആ സ്വർണം ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കുടുംബത്തിന് കിട്ടിയതിന്റെ സന്തോഷമാണ് ഇപ്പോൾ ആ കുടുംബം പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഈ ചെറുപ്പക്കാരെ ആദരിക്കാൻ ഒരുങ്ങുകയാണ് നടക്കാവ് പോലീസ്. വരും ദിവസം അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവരെ ആദരിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളത് കൂടി പോലീസ് പറയുന്നുണ്ട്. മാതൃകാപരമായ ഒരു പ്രവർത്തനം കൂടിയാണ് ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് അൻരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.